ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഫുഡ് വ്ളോഗാണ്. നമ്മൾ ലീവ് കിട്ടി നാട്ടിൽ വരുന്നതിന് തൊട്ട് മുന്നേ സച്ചു മെഡിക്കലി ഫിറ്റ് ആവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെവി ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആശാന് ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ കുറേ കഴിക്കാതിരുന്നായിരുന്നു. അപ്പം നാട്ടിൽ വന്നിട്ട് വേണം ഇതൊക്കെ കഴിക്കാനുള്ളൊരു വലിയ മോഹമായിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറിയത്. കാണുമ്പോൾ നിങ്ങൾക്ക് സച്ചുവിൻ്റെ ബോഡി വെയ്റ്റിൽ മാത്രമാണ് ഡിഫറൻസ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ സച്ചു ഡയറ്റ് എടുത്ത കൂട്ടത്തിൽ അത് എന്നെയും കൂടെ ചെറുതായിട്ടൊന്ന് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ അളവിൽ കാര്യമായിട്ടൊന്നും കുറച്ചില്ലെങ്കിൽ കൂടിയും നമ്മൾ കഴിക്കുന്നത് കൂടുതലും സാലഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലും ഇവിടെ വന്നിട്ട് നല്ലോണം ഫുഡ് കഴിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വീഡിയോയിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ പണ്ട് മുതലേ ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവുക, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുക, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുക, ഇഷ്ടമുള്ള പോലെ ഷോപ്പിംഗ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ബംഗാളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നോർമലി നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ എന്നതിനേക്കാൾ നമ്മളൊരു ആർമി സിസ്റ്റത്തിലേക്കാണ് ചെന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ എന്തായാലും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാ ബൗണ്ടറീസും പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ കാര്യമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനും സച്ചു മാത്രമായിട്ടുള്ള പ്രൈവറ്റ് ലൈഫ്, ഞങ്ങളുടെ ഒരു പ്രത്യേക സന്തോഷമുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിൽ കൂടിയും നാട്ടിൽ നമ്മൾ രണ്ടാളും കൂടെ ലീഡ് ചെയ്യുന്ന ലൈഫ് അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും ആനയാടും പോലെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ സച്ചു ഒന്ന് വളരെ ഫ്രീ ആവുന്നത് നാട്ടിൽ ലീവിന് വരുമ്പോഴൊക്കെ തന്നെയാണ്. എത്ര ക്വാർട്ടേഴ്സ് ആണെന്ന് പറഞ്ഞാലും ഞാൻ മെൻ്റലി കുറച്ച് ഫ്രീ ആണ്. പക്ഷേ സച്ചുവിന് അത് അപ്പോഴും സച്ചുവിൻ്റെ വർക്ക് പ്ലേസ് തന്നെയാണ്. നമ്മുടെ എപ്പോഴും നമ്മുടെ വർക്ക് പ്ലേസിലായിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മൈൻഡും അല്ലെങ്കിൽ ജോലിക്ക് കറക്റ്റ് ചെല്ലണം, കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു അലേർട്ടായിട്ടിരിക്കുന്ന ആ ഒരു മൈൻഡ് ഉണ്ടാവുമല്ലോ. പക്ഷെ ലീവിന് വരുമ്പോഴാണ് നമ്മുടെ സച്ചു കുറച്ചൊന്ന് കൂളായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു പട്ടാളക്കാരൻ്റെ ഗൗരവം എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. സച്ചുവിനെ കൊണ്ട് വീഡിയോയിൽ സംസാരിപ്പിക്കുമോ എന്നൊക്കെ കുറേ പേര് കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആളോട് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഞാനാണല്ലോ വ്ളോഗർ, ആൾക്ക് വലിയ പരിചയമില്ലാത്ത കാര്യമാണിത്. വോയിസ് ഓവർ ഒന്നും കൊടുത്ത് തീരെ പരിചയമില്ല. ഇനി വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി ഞാൻ ആളോട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ജാടയൊന്നുമല്ല, പക്ഷെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കുമല്ലോ. എന്തായാലും ഞങ്ങളുടെ രണ്ടാളുടെ ആഗ്രഹം പോലെ ഇവിടെ വന്ന് കുറേ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടോ.